ഒരിക്കലും ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിയില്ല എന്ന് കരുതിയ മണ്ണാണ് ബീഹാർ. LK അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞ മണ്ണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കും കമ്മ്യൂണിസത്തിനും വേരുള്ള മണ്ണ്. അവിടെ BJP എങ്ങനെ വളരുമെന്ന് ചോദിച്ചവർക്കുള്ള ഏറ്റവും നല്ല ഉത്തരമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സീറ്റ് ചർച്ചയും ആ സീറ്റ് വിഭജനവും എല്ലാം. ഒരു കാലത്ത് അവിടെ കടന്നു കയറാൻ കഴിയാത്ത മണ്ണിൽ BJPക്കാർ നിരാശരായില്ല. ക്ഷമയോടുകൂടി അവരുടെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോയി. ഒടുവിൽ അങ്ങിങ്ങായി താമരകൾ വിരിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ JDU ആയിരുന്നു 115 സീറ്റിൽ മത്സരിച്ചത്. സെക്കൻഡ് പാർട്ണറായിരുന്ന BJPക്ക് 110 സീറ്റും. അതിനു മുൻപൊക്കെ BJPക്ക് സീറ്റ് കൂടുതൽ ചോദിക്കാൻ പോലും ഭയമായിരുന്നു. കാരണം അവർക്ക് അവിടെ വലിയ വളർച്ചയില്ലായിരുന്നു. രാജാവായി വാണത് JDUവിൻ്റെ നേതാവ് നിതീഷ് കുമാർ ആയിരുന്നു. കേന്ദ്ര മന്ത്രിസഭകളെപ്പോലും കയ്യിലിട്ട് അമ്മാനമാടിയ നേതാവ്. ഒടുവിൽ BJP അവരുടെ പ്രയത്നത്തിൽ കഠിനാധ്വാനത്തിൽ വിജയിച്ചു എന്നാണ് ഇന്നലത്തെ സീറ്റ് വിഭജന ഫോർമുല വ്യക്തമാക്കുന്നത്. സീറ്റ് വിഭജനം പൂർത്തിയാകുമ്പോൾ BJPയും JDUവും തുല്യ സീറ്റിൽ മത്സരിക്കുന്നു. 101 സീറ്റിൽ BJPയും JDU 101 സീറ്റിലും മത്സരിക്കുന്നു. ഇതോടുകൂടി നല്ലൊരു കമൻറ്റ് പറഞ്ഞത് ലല്ലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയാണ്. അവർ പറഞ്ഞത് ഇതോടുകൂടി JDU അവസാനിക്കുന്നു, നിതീഷ് കുമാർ അവസാനിക്കുന്നു എന്ന്. അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 കണ്ണീരോടെ വെറും കൈയുമായി ഇറങ്ങി നടക്കേണ്ടി വന്ന ചിരാഗ് പാസ്വാൻ 29 സീറ്റ് വിലപേശലിലൂടെ നേടി. തനിക്ക് വിലപേശാൻ കഴിയുമെന്ന് തെളിയിച്ചു. അതും BJPയുടെ അനുഗ്രഹത്താൽ. അവിടെ രാഷ്ട്രീയത്തിൽ നിർണായക റോൾ വഹിച്ചിരുന്ന ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടി, ആ പാർട്ടിക്ക് ലഭിച്ചത് 6 സീറ്റ്. ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയ്ക്ക് 6 സീറ്റുകൾ മത്സരിക്കാനായി ലഭിക്കും. ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിയായ രാഷ്ട്രീയ ലോക് മോർച്ച 6 സീറ്റിലും മത്സരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷിന്റെ പാർട്ടിയേക്കാൾ കൂടുതൽ സീറ്റ് നേടിയത് BJP ആണ്. ഇത്തവണ മത്സരിക്കുന്നത് തന്നെ 101 സീറ്റ് ഫോർമുലയിലാണ്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തം: ഈ തെരഞ്ഞെടുപ്പിൽ NDA അധികാരത്തിൽ വന്നാൽ നിതീഷ് മുഖ്യമന്ത്രിയുമായി തുടരുമോ എന്നുള്ള ചോദ്യത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പ്രസക്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.